മറ്റുള്ളവരെ ക്ഷണിച്ചാലുണ്ടാകുന്ന നമ്മുടെ സ്വകാര്യത നഷ്ടപ്പെടരുത് എന്ന ആഗ്രഹത്തോടും കൂടിയാണ് നമ്മൾ ഈ സംരംഭം ഇങ്ങനെ നമ്മളിൽ ഒതുക്കിയത്. അതുകൊണ്ട് തന്നെ ഇത് KCF-ന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഊർജം പകരാൻ നിങ്ങളുടെ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും സ്വരൂപിക്കുന്നതിന് വേണ്ടിയും ക്ഷണിക്കുന്നതിനും വേണ്ടിയുമാണ് ഈ മീറ്റ് ഇവിടെ ചേർന്നിരിക്കുന്നത് എന്ന് ഞാനിവിടെ ഊന്നി പറയുകയാണ്. KCF നല്ലൊരു അനുഭവമാണ്. നമുക്കറിയാം, നമ്മൾക്ക് ഒരുപാട് സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരാണ്. ഒരുപാട് ജീവകാരുണ്യ സംഘടനകളിലും മറ്റുമൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിലും KCF അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമാണ് എന്നാണ് എൻ്റെ ഈ ചുരുങ്ങിയ കാലത്തെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നമ്മൾ മനസ്സിലാക്കി തരുന്നത്. നമ്മൾ മറ്റു സംഘടനകളാകുമ്പോൾ, ഏതെങ്കിലും ഒരു ജീവകാരുണ്യ സംരംഭത്തിന് മുന്നിട്ടിറങ്ങുമ്പോൾ അതിനൊരുപാട് യോഗങ്ങൾ ചേരണം, ഒരുപാട് നൂലാമാലകൾ ഉണ്ടാകും, ഒരുപാട് അഭിപ്രായങ്ങൾ കേൾക്കണം, വിമർശനങ്ങൾ കേൾക്കണം, അങ്ങനെയൊക്കെയുണ്ട്. പക്ഷെ KCF ആകുമ്പോൾ അങ്ങനെയൊന്നുമില്ല. KCF-ന് മുന്നിൽ വരുന്ന ജീവകാരുണ്യ അല്ലെങ്കിൽ സഹായാഭ്യർത്ഥനയുമായി വരുന്ന അല്ലെങ്കിൽ ആരെങ്കിലും കാണിച്ചു തരുന്ന വ്യക്തികൾക്ക് സഹായങ്ങൾ നൽകുമ്പോൾ അത് പിന്നിൽ നിന്ന് പിടിച്ചു വലിക്കാൻ ആരുമില്ല. എല്ലാവരും ഒരേ സ്വരത്തിൽ അർഹരാണെങ്കിൽ അവർക്ക് നമ്മുടെ ഈ കൈത്താങ്ങുമായി നമ്മൾ കടന്നു ചെല്ലണമെന്ന് പറയുന്നവരാണ് നമ്മുടെ ഈ KCF-ന്റെ സാരഥികളും അംഗങ്ങളുമായിട്ടുള്ള എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രവർത്തനം വളരെ സുഗമമായി മുന്നോട്ട് പോവുകയാണ്. യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ തടസ്സങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഉണ്ടാവാറില്ല. ആവശ്യ സമയത്ത് ആവശ്യാനുസരണം ഫണ്ട് നമുക്ക് എത്തിച്ചേരാറുണ്ട് എന്നതൊരു വാസ്തവമാണ്. ആരിൽ നിന്നും നമ്മൾ വൻ തുക ഇതുവരെ സ്വരൂപിച്ചിട്ടില്ല എങ്കിലും നമ്മളിൽ നിന്നുള്ളവരിൽ നിന്ന് അടക്കമുള്ള വളരെ തുച്ഛമായ സംഖ്യ സ്വരൂപിച്ചുകൊണ്ടാണ് നമ്മൾ ഏകദേശം 1,50,000 രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനം നമ്മൾ വെറും 11 മാസം കൊണ്ട് നടത്തിയാണ്. കഴിഞ്ഞ വിശുദ്ധ റമദാൻ 12-ന് രൂപീകൃതമായ ഈ കൂട്ടായ്മ 11 മാസങ്ങൾ പിന്നിടുമ്പോൾ ഏകദേശം 1.5 ലക്ഷത്തോളം രൂപയുടെ റിലീഫ് നടത്തി എന്ന് മാത്രമല്ല 1 ലക്ഷത്തിലധികം രൂപ നമ്മുടെ കമ്മിറ്റിയുടെ കൈവശം ബാക്കി വെച്ചുകൊണ്ടാണ് ഇന്ന് ഈ KCF